ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ താരസംഘടനയായ അമ്മ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നടൻ ജഗദീഷ് പത്രിക പിൻവലിച്ചിരിക്കുന്നു. ഇന്നലെയാണ് പത്രിക പിൻവലിക്കാൻ അപേക്ഷ നൽകിയത്. സൈഫുനിസ അലിയാറാണ് ചേർന്നത്. സൈഫുനിസ, മത്സരം അപ്പോ ശ്വേതാ മേനോനിലേക്കും ദേവനിലേക്കുമായി ചുരുങ്ങുന്നു അല്ലെ? സേതുലക്ഷ്മി, അങ്ങനെ തന്നെ വേണം പറയുവാനായി. ശ്വേതാ മേനോനും ദേവനും തമ്മിലാകും മത്സരം. ജഗദീഷിന്റെ പത്രിക പിന്മാറുന്നു എന്നുള്ളത്, പത്രിക പിൻവലിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ സൂചനകൾ വന്നിരുന്നതാണ്. ഇന്നലെയാണ് ജഗദീഷ് ഇതിനുള്ള അപേക്ഷ നൽകിയത്. ഇന്നാണ് ഈ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. ഇതുവരെ ലഭിച്ച അപേക്ഷകളിലെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സ്ഥാനാർത്ഥികളുടെ ഒരു മുഴുവൻ ചിത്രം നമുക്ക് വ്യക്തമാകും. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേരാണ് അപേക്ഷ നൽകിയത്. അത് ജഗദീഷ്, ശ്വേതാ മേനോൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവരായിരുന്നു ഈ അപേക്ഷ നൽകിയിരുന്നത്. ഇതിൽ ജഗദീഷ് പിന്മാറിയിരിക്കുന്നു, ജയൻ ചേർത്തലയും രവീന്ദ്രനും പിന്മാറിയിരിക്കുന്നു. അനൂപ് ചന്ദ്രൻ പിന്മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഇതുവരെ പത്രിക പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോനും ദേവനിലേക്കും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള സാധ്യത നീളും. ഇന്നലെ ദേവൻ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഒരു രീതിയിലും പത്രിക പിൻവലിക്കുന്ന ഇതില്ല, എന്തായാലും മത്സരമായി തന്നെ കാണുകയാണ്. ജഗദീഷിന്റെ പിന്മാറ്റം പോലും ഒരു ഔദാര്യമായി മാറുന്നു എന്നാണ് ഇന്നലെ ദേവൻ പറഞ്ഞത്. പക്ഷെ എന്തായാലും നേരത്തെ 2021 വനിതകൾക്കെതിരെ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ച് പത്രിക പിൻവലിച്ചതാണ് താൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ തന്റെ ഇപ്പോഴുള്ള നിലപാട് മാറ്റമായി കണക്കാക്കപ്പെടുമോ എന്ന രീതിയിലാണ് ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ ജഗദീഷ് ഈ പത്രിക പിൻവലിച്ചിരിക്കുന്നത്. അതായത് അന്ന് സ്ത്രീകൾക്കെതിരെ മത്സരിക്കേണ്ട എന്ന് നിലപാടെടുക്കുകയും പിന്നീട് ഇപ്പോൾ ഒരു വനിതയ്ക്കെതിരെ മത്സരിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് ജഗദീഷിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്രിക പിൻവലിക്കാൻ എന്ന തീരുമാനത്തിലേക്ക് ജഗദീഷ് എത്തിയത്. ഇന്നലെ പത്രിക പിൻവലിക്കാനുള്ള അപേക്ഷ അമ്മ ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു. എന്തായാലും ഇന്ന് അത് പരിഗണിച്ചുകൊണ്ട് അന്തിമ പട്ടിക പുറത്തു വരും. ശരി ശരി സൈഫുനിസ, വ്യക്തമാണ്. അപ്പോൾ താരസംഘടനയായ അമ്മ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പത്രിക പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയാൽ ഒരു ചരിത്രമാകും ഇനി താരസംഘടന അമ്മയിൽ ഉണ്ടാവുക. തലപ്പത്തേക്ക് ആദ്യമായി ഒരു സ്ത്രീ, ഒരു വനിതാ പ്രസിഡന്റ് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം മറ്റെല്ലാവരും പത്രികയൊക്കെ പിൻവലിച്ചു. ഇപ്പോൾ ദേവനും ശ്വേതാ മേനോനും തമ്മിലാകും മത്സരം കടുക്കുക. സൈഫുനിസ അലിയാണ് വിവരങ്ങൾ നൽകിയത്.